വെച്ച് പറഞ്ഞു അല്ലേ. അപ്പം നമ്മുടെ നാടൊക്കെ തിരുവിതാംകൂർ ആയിരുന്ന കാലത്ത് തിരുവിതാംകൂർ നാട്ടിലേക്ക് ആദ്യമായിട്ട് ട്രെയിൻ ബ്രിട്ടീഷുകാരുടെ പ്രയത്ന ഫലമായിട്ട് വന്ന ഒരു റെയിൽവേ റൂട്ടാണിത്. ഇത് 1901. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് 1 കിലോമീറ്ററോളം തീരുന്ന ഒരു ടണലുണ്ട്, തുരങ്കം, റെയിൽവേ. അത് ആ ടണലിൽ കൂടെയാണ് ട്രെയിൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ടണൽ കയറിയാൽ ഇറങ്ങുമ്പോൾ തമിഴ്നാട്ടിലാണ്. ബോർഡറിലാണ്. അത് അന്നത്തെ കാലത്ത് 1890 പണി തുടങ്ങി 1900 പണി തീർന്ന ടണലാണ്. അത് കഴിഞ്ഞ് പിന്നെ ഈ വരുന്ന വഴിക്കുള്ള ഈ 13 കണ്ടറ പാലം, ആ ഒരു പാലമല്ല, അതേ മോഡലിലുള്ള വേറെ 2-3 പാലങ്ങളുണ്ട് അപ്പുറത്തോട്ട്. അന്നത്തെ പുനലൂർ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. ഇപ്പുറത്ത് ഈ വില്ലേജ് ആണല്ലോ. അപ്പോൾ അന്ന് ഈ പറയുന്ന ഒരു യന്ത്രോപകരണങ്ങളും സാങ്കേതിക വിദ്യ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് അന്ന് ഇത്രയും ഒന്നുമില്ല, കോൺക്രീറ്റ് ഒന്നും ഇല്ലല്ലോ. അല്ല, ഈ കല്ലിന്മേൽ കല്ലിങ്ങനെ ഒരു താർച്ച പോലെ ആർച്ചായിട്ട് പണിതാണ്. ഇത്രയും ഭയങ്കര ഹൈറ്റിൽ ഇത്രയും ഹെവി ആയിട്ടുള്ള ട്രെയിൻ ഓടുന്ന രീതിയിൽ അത് പണിതിരിക്കും. അത് ഞങ്ങൾക്കൊക്കെ ഓർമ്മ ഇതിലെ ഈ കൽക്കരി എഞ്ചിൻ ഓർമ്മ. അത് കഴിഞ്ഞാണ് പിന്നെ ഡീസൽ. ഇത് ഏത് മല എന്ന് പറഞ്ഞാൽ? ആ മല അത് സ്വർണ്ണംപിള്ളക്കാട് മല. ഇങ്ങനെ വന്നാൽ ഈ മല അത് കോട്ടവാസൽ മല. ഈ വലിയ 2 പാറ കാണുന്നതാണ് പാണ്ഡ്യൻ പാറ. ശരി. അതൊക്കെ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള. ഇവിടെ ഇപ്പൊ ആളുകള് നമ്മുടെ ഞങ്ങളൊക്കെ കോട്ടയം ജില്ലയിൽ ഞങ്ങളൊക്കെ കർഷകരായിട്ട് നല്ല വിളക്കോറുള്ള മണ്ണ് തേടി വന്നതാ. അന്നിവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ഫൈറ്റ് ചെയ്താണ് കയറി വന്നത്. ശരി. എല്ലാവർക്കും അതിനെ നിയന്ത്രിക്കാനുള്ള അങ്ങനെ അന്ന് ഇവിടെ വന്നിരുന്ന അന്ന് ഇവിടെയൊക്കെ ഇരുന്ന കപ്പയും ഇഷ്ടം പോലെ ഭയങ്കര വിളവാണ്. ഇവിടുന്നായിരുന്നു ഈ കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ ഉള്ള ഈ കടലോര മേഖലകളിലൊക്കെ ഉള്ള ആളുകളുടെ ഈ പട്ടിണി മാറ്റാൻ വേണ്ടിയൊക്കെയുള്ള ഈ കപ്പയൊക്കെ ഇവിടുന്ന് ലോറിയിൽ മലങ്കപ്പ നല്ല ടേസ്റ്റ് ആയിട്ട്. അതെ ഒരു വളവും ഇല്ലല്ലോ. അതെ കാട്ടിൽ നിന്ന് വരുന്ന എക്കൽ ഒഴുകി വരുന്ന ഒരു. അതെ അത് കഴിഞ്ഞ് പിന്നെ ഇഞ്ചി കൃഷി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എല്ലാവരും ആദ്യം വന്നു കഴിഞ്ഞ നെല്ല്, അവിടുന്ന് ഈ തേങ്ങയൊക്കെ തെങ്ങ് നട്ടു. തെങ്ങും ആദ്യം ഭയങ്കര വിളവായിരുന്നു, നമുക്കും ഭയങ്കര വിളവായിരുന്നു. അത് കഴിഞ്ഞൊരു 10-15 വർഷം കഴിഞ്ഞപ്പോഴത്തേന് മഹാളി എന്നും പറഞ്ഞൊരു രോഗം. ആദ്യം ഈ കമുകിന് കേടായി, ഇടയ്ക്കെല്ലാം പൊഴിഞ്ഞു പോകും. പിന്നെ ആ കമുകെ കേടായി പോകും. പിന്നെ തെങ്ങിനെ ബാധിച്ചു. അങ്ങനെ ഇപ്പം തെങ്ങും കമുകും കുറഞ്ഞു. അതിനേക്കാളും ഭയങ്കരമായിട്ട് ഇപ്പോഴീ അണ്ണാന് വനത്തിൽ നിന്ന് മലയണ്ണാന്, ഒരങ്ങ്, ഈ 2 ജീവികളാണ് ഇപ്പം ഏറ്റവും വലിയ സകല സാധനങ്ങളും കൊടുക്കുന്നത്. നമ്മൾ എന്ത് നട്ടുണ്ടാക്കിയാലും കിട്ടത്തില്ല. ഒരു വാഴക്കൊലയാവട്ടെ, തേങ്ങയാവട്ടെ, അല്ലെങ്കിൽ ഒരു പച്ചക്കറി, ഒരു വഴുതനയാവട്ടെ, കായ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതൊന്ന് പറിച്ചിട്ടും ഈ ഒന്നും സമ്മതിക്കത്തില്ല. പയറിട്ടാൽ ഈ മയില് മയില് വന്ന് അതെല്ലാം ഈ കാന്താരി മുളക് വരെ ഉണ്ടെങ്കിൽ അതും പറിച്ചോട്ട് പോകും. തിന്നു. ആരെയും പേടിക്കണ്ട. അതെ. പിന്നെ ഒരു ഞങ്ങളുടെ കപ്പളം എന്ന് പറയും, ഓമ എന്ന് പറയുന്നത്. ശരി. ഓമയുടെ ഇല വരെ പറിച്ചു തിന്നു. ശരി. മരുന്നൊക്കെ ഉണ്ടെന്നാ പറയാം. അതെ. അങ്ങനെ എല്ലാം പറിച്ചു തിന്ന ഒരു മാങ്ങ. ഇപ്പം ശരിക്കും ആ ഒരു അന്നത്തെ കർഷകരൊക്കെ ഇപ്പം പിൻവാങ്ങി തുടങ്ങി ഇല്ലേ? വയസ്സൊക്കെ ആയി. അവരുടെ അടുത്ത തലമുറയൊക്കെ അടുത്ത തലമുറയെ ഞങ്ങളൊക്കെ. അപ്പൊ ഞങ്ങളൊക്കെ ഇപ്പം എങ്ങനെയാലും ഉള്ളത് ഇങ്ങനെയൊക്കെ നിൽക്കും. ഞങ്ങളുടെ മക്കളായ തലമുറ അവർക്ക് താല്പര്യമേ ഇല്ല. അവരോട് നിന്നാൽ പട്ടിണിയായി പോകും. അതെ. ഇതും കൊണ്ട് മുന്നോട്ട് പോകാനൊക്കത്തില്ല. അപ്പൊ അവര് വേറെ വഴിക്ക് തിരിഞ്ഞു. ഒരു തൊഴിലുമായിട്ട് എല്ലാവരുടെ മക്കളായ. ശരിയാ. അങ്ങനെ ഇപ്പൊ ഇനിയിപ്പോ ഞങ്ങളുടെയൊക്കെ ഒരു കാലം കഴിയുമ്പോഴത്തേന് എനിക്ക് ഒന്ന് പഴയ പോലെ വനത്താൽ വീണ്ടും ഈ മൃഗങ്ങളൊക്കെ ഇങ്ങോട്ട് കയറി വരും. അതെ ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കും. അതിപ്പോ എവിടെ ഏത് സമയത്തും അതെ ഈ താഴെയൊക്കെ വരാറുണ്ടല്ലേ? ആന വരാറുണ്ട് രാത്രിയിൽ, സന്ധ്യ കഴിഞ്ഞാൽ. പിന്നെ രാജാക്കൂപ്പിലൊക്കെ ആവശ്യം പോലെ വരുന്നുണ്ട്.
അത് ശരി. അതൊക്കെയാണ് ഈ ആര്യങ്കാവ് വിശേഷങ്ങൾ അല്ലേ? ആര്യങ്കാവ് വിശേഷങ്ങൾ. അത് ശരി. ഓക്കെ. ഇവിടെയുള്ള ആളുകളുടെ ഭൂമികളെല്ലാം ഇപ്പൊ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള വൻ ടീമുകൾ വന്ന് വാങ്ങിച്ചോണ്ടിരിക്കുന്നു. ഓ ഓ ഓ. അവർക്ക് ഇപ്പൊ അവിടെ DMK നല്ല അതെ 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 അതെ. അവർക്ക് ഈ അവിടെ ഭയങ്കര ചൂടും ഒരു മരുഭൂമി പോലെയുള്ള പ്രദേശമായതുകൊണ്ട് ഈ തണുപ്പും കാടും അതെ 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 അതെ. കുളിക്കാനായിട്ട് വന്നു കഴിയുമ്പോ ഇവിടെ എവിടെ നോക്കിയാലും പച്ചപ്പ്, അരുവികള്, തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഇവിടെ ഒരു സ്ഥലം സ്വന്തമാക്കുക എന്നുള്ളത് അവരുടെ ഒരു സ്വപ്നം. അതെ 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 അതെ. അങ്ങനെ വന്ന് ഇവിടെ ഇപ്പൊ ഈ ഇടങ്ങളിൽ പലരുടെ വാങ്ങിച്ചിപ്പോ വസ്തുക്കളൊക്കെ അവർക്ക് നല്ല അവരിത് എങ്ങനെയും കൊടുക്കണമെന്ന് വെച്ചിരിക്കുന്നവർക്കും ഇല്ല വന്നുകൊണ്ട് ഇങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നുള്ള വിചാരം ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് നല്ല അത് ഉപകാരം. അതെ തീർച്ചയായിട്ടും. അതെ 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 അതെ. 2-3 നല്ല 5 വർഷം കഴിയുമ്പോഴത്തേക്കും ഇവിടെ മിക്കവാറും എല്ലാവരും ഇവിടുന്ന് പിൻവാങ്ങും. മൊത്തം പിൻവാങ്ങി ഇവിടെ മൊത്തം ഈ തമിഴര് മാത്രമേ കാണത്തുള്ളൂ. അതെ 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 അതെ. ലോട്ടറി കട മാത്രമല്ലേ ഉള്ളൂ. അതെ അതെ. ആ ലോട്ടറി കട ഇവിടെ അതെ 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 അതെ. കട നടത്തുന്നതും തമിഴരാണ്. അതെ 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 ടിക്കറ്റ് എടുക്കുന്നതും അതെ 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 അതെ. അവിടെ അപ്പുറത്തെ ആ ഭാഗത്ത് നിരന്ന് ലോട്ടറി കടയുണ്ട് അല്ലേ? ആ ബോർഡർ ഭാഗത്ത് ആ ബോർഡറിൽ. അതെ അതെ. ഒരുപാട് ലോട്ടറി കടകളുണ്ട്. അതെ അതെ അതെ. ഒരു വലിയൊരു വ്യവസായമായിട്ടാണ് കാണുന്നത്. അവർക്ക് എന്താണ് അവർക്ക് ഇതിൽ ഭയങ്കര വിശ്വാസമാണ്. വലിയ വ്യാപാരം. അത് പറയുന്നത് അവര് ഇതൊക്കെ അവിടെ തമിഴ്നാട്ടിലൊക്കെ പോയി ഒരു പൂജാരിയൊക്കെ കണ്ട് ഗണിച്ച് പറയുന്നവരെയൊക്കെ കണ്ടിട്ട് നമ്പർ ഒക്കെ എഴുതിയെടുത്തോണ്ടൊക്കെ വരും. എന്നിട്ട് ആ നമ്പർ ഉണ്ടോ എന്ന് നോക്കി കടകളിലെല്ലാം കന്ന നമ്പർ എടുക്കാം. ഇത് എന്നിട്ട് ഇത് വാങ്ങിച്ച് നമ്മളെ പോലെ ഒന്നിനും ടിക്കറ്റ് അല്ല എടുക്കും. ഒരു ബുക്കായിട്ട് അങ്ങ് എടുക്കുക. ഒരു ബുക്ക് എടുത്ത് ഒരു ബുക്കില് ഒരു സീരീസിലെല്ലാം അതെ 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 അതെ. അതുകൊണ്ട് 10 ബുക്ക് 20 ബുക്കൊക്കെ എടുക്കുക എന്ന് വെച്ചാൽ കൊണ്ടുപോകാം. എന്നിട്ട് ഇത്രയൊക്കെ ഒരു അതെ അതെ അതെ. എന്തെങ്കിലുമൊക്കെ കിട്ടും. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടും അല്ലേ? വരും മൊത്തം കിട്ടും. അതെ 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 അതെ. എത്ര പേർക്ക് കിട്ടും? 90 ലക്ഷത്തിൽ ഒരാൾക്കല്ലയോ കിട്ടും. അതെ അതെ അതെ. അങ്ങനത്തെ ഒരു ലോജിക്കായിട്ട് അവർ ചിന്തിക്കുന്നില്ല. ഇല്ല. അതെ 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 അതെ. ദൈവം കടാക്ഷിക്കും. അതെ അതെ അതെ. നമുക്ക് കിട്ടും. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടും മാറും. അതെ. അവരെ വിശ്വാസം രക്ഷിക്കട്ടെ അല്ലേ? ശരി. ഓക്കെ ഓക്കെ.